പൂജ ഇത്? ഫ്രണ്ടാ റുക്സാന. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഈ പിന്നാമ്പുറത്ത് വന്ന് നിൽക്കുന്ന? ഞങ്ങള് ചുമ്മാ സംസാരിക്കായിരുന്നു. ആ, അതിനകത്ത് വന്നിരുന്ന് സംസാരിച്ച പോരെ? ഇവിടെ ആകുമ്പോ ഈ പ്രകൃതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് സംസാരിക്കാലോ. ഏതാ പൂജ ഈ സുന്ദരി കുട്ടി? ഞാൻ മഹാലക്ഷ്മി. ലച്ചു എന്ന് വിളിക്കും. പൂജയുടെ റിലേറ്റീവാ. പിന്നെ ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. വെൽക്കം. ഇതെന്താ റുക്സാനയുടെ സൗണ്ട് വല്ലാതിരിക്കുന്നത്? അത് പിന്നെ ചിരിച്ചപ്പോഴേ അങ്ങനെയാ. അല്ല, എന്നാ പിന്നെ നിങ്ങൾ അകത്തോട്ടോ, എല്ലാരെയും പരിചയപ്പെടാലോ. എന്താ? അല്ല, എനിക്ക് പോയിട്ട് തിരക്കുണ്ടായിരുന്നേ. അതെ, പോയിട്ട് തിരക്കുണ്ട്. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കേറിയിട്ട് പോവാം. താൻ എന്ത് ഫ്രണ്ടാടോ പൂജ? ഒരു ഗസ്റ്റ് വന്നാ ഇങ്ങനെ പുറത്തു പുറത്താണോ സംസാരിക്കുന്നത്? അല്ല, തിരക്കുണ്ടെന്നും പറഞ്ഞതുകൊണ്ട്. എന്ത് തിരക്ക്? എന്തായാലും അകത്ത് വന്നിട്ട് പോയാ മതി. നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടണമല്ലോ. അത് വേണോ? ഞാൻ ഈ ബാംഗ്ലൂരിലായിരുന്നപ്പോ ഒരുപാട് പർദ്ദയിട്ട ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരുന്നോണ്ട് തന്നോട് എനിക്ക് എന്തോ ഒരു ഇന്റിമസി തോന്നുന്നു. ആ, താവാ, നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാന്നേ. പൂജ, നോക്കി നിൽക്കാതെ റുക്സാനെ വിളിച്ചോണ്ട് വാടോ. വാടോ. മുത്തശ്ശി കൊണ്ട് എന്തായാലും പോകും. വാ. അല്ല, ഇതേതാ ഈ അവതാരം? അല്ല, കൊച്ചേതാ? പൂജയുടെ ഫ്രണ്ടാ റുക്സാന. അല്ല, കൊച്ചിവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? കണ്ട് നല്ല പരിചയം. ഇല്ല, ആദ്യമായിട്ട് വരാ. ഇപ്പൊ ഇവിടെ ഫുള്ള് മതസൗഹാർദ്ദം ആയല്ലോ. അത് നല്ലതല്ലേ? എന്താ പിന്നെ നിങ്ങൾ അകത്തോട്ടിയല്ലേ? മോക്ക് കുടിക്കാൻ വല്ലതും വേണോ? ഇവിടെ വരുന്ന അതിഥികളുടെ കാര്യം നോക്കാനേ അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വേണ്ടേ, എന്റെ അധികാര പരിധിയിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. എന്നാ പിന്നെ എന്താന്ന് വെച്ചാ ഇയാളങ്ങ് ചെയ്യും. ഒന്നും ചെയ്യത്തൂല്ല, ആരെ കൊണ്ട് ചെയ്യിക്കത്തൂല്ല. അതെ അതെ അതെ. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. റുക്സാനയ്ക്കുള്ള പലഹാരം ഗോമതി ചേച്ചിയും ചായ ക്ലാരമ്മ ചേട്ടത്തെ എടുക്കട്ടെ. എന്താ, സമാധാനായോ? അയ്യോ, എനിക്ക് ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. ഇവിടെ വരുന്ന അതിഥികളെ സൽക്കരിക്കാതെ പറഞ്ഞു വിട്ടെന്ന് അമ്മ അറിഞ്ഞ ഞങ്ങളെ അമ്മ കൊന്നുകളയും. എന്നാ പിന്നെ വരൂ റുക്സാന, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നമുക്ക് പോകുന്നതിന് മുൻപേ വിശദമായിട്ട് പരിചയപ്പെടാം. നിങ്ങൾ ചെല്ലേ. അല്ല, ഇവിടത്തെ മുത്തശ്ശി എവിടെ? അമ്മ പൂജാമുറിയില്ല. ആ, വാ. മോളെ, എവിടെയോ എന്തോ കാര്യമായ തകരാറുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെ നിന്ന് പൊട്ടിമുളച്ചു ഈ പർദ്ദാക്കാരി? അവൾ ഇവിടെ കെട്ടിക്കേറിയിട്ട് ഇത്രയും മാസമായില്ലേ? ഇന്ന് വരെ അവളുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പൊ പിന്നെ ഈ വന്നത് ആരാ? ആരാ? സംശയം എന്താ? ആ കടപ്പുറത്തുകാരന്റെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും. അതെ, ഇതത് തന്നെയാ. എങ്കിൽ അവളെ പൊളിച്ചെടുക്കാൻ നമുക്ക് കിട്ടുന്ന സുവർണ അവസരമായിരിക്കും ഇത്. ഒരു കാരണവശാലും നമ്മളത് പാഴാക്കി കളയാൻ പാടില്ല. മുത്തശ്ശി എവിടെ? ഏകാദശിയല്ലേ, അമ്മ ഉച്ച കഴിയാതെ പൂജാമുറി ഇറങ്ങത്തില്ല. സാരമില്ല, നമുക്കാദ്യം അവളെ പൊളിക്കാം, എന്നിട്ട് മുത്തശ്ശിയെ വിവരം അറിയിക്കാം. ചേച്ചി വാ.
ഇനിയെങ്കിലും തനിക്ക് പറഞ്ഞൂടെ എന്താ എന്നോടുള്ള പണക്കത്തിന് കാരണമൊന്നും? പിണക്കം ഉണ്ടെങ്കിലല്ലേ കാരണം പറയേണ്ടതുള്ളൂ. പിന്നെ താനെന്തിനാ ഇന്നലെ മുതൽ ഇങ്ങനെ മോൻ വെറുപ്പിച്ച് കിടക്കുന്നേ? ആ, എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, പക്ഷെ തൻ്റെ കാര്യം എനിക്കറിയാം. ഒരു മുറിക്കുള്ളിൽ ഒഴിവുകാരായും ഇപ്പൊ തെളിവുകാരായും നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. ഈ മുഖത്തുണ്ടാവുന്ന ഓരോ നേരിയ മാറ്റങ്ങൾ പോലും എനിക്ക് മനപ്പാടോ. ഒന്നുമില്ല എന്ന് പറഞ്ഞ് താൻ എന്നെ പറ്റിക്കാനും നോക്കണ്ട. എന്തോ ഉണ്ട്. അതെന്താന്ന് എനിക്കറിയണം. എന്താ അന്ന കേൾക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് മാറി, ഞാൻ നോക്കാം. കേൾക്കാമോ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ചേച്ചി. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. എന്താ? ആ വന്ന കൊച്ചിനെ വല്ലതും കുടിക്കാൻ കൊടുക്കുന്ന കാര്യം ക്ലാരിമ്മ പറഞ്ഞായിരുന്നു. അതെടുത്തോട് ഞാൻ വേഗം ഇനി വരാം. ആ വേക്കൻസിയിൽ നമുക്ക് ഇടിച്ചു കയറാം. എന്നിട്ട് നമുക്ക് രഹസ്യം ചോർത്തിയെടുക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? എന്ത് കുന്തായാലും ശരി, വേഗം വേണം. ശ്ശേ. ഓ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ പെണ്ണുപിള്ള ഇവിടെ വരുന്ന അതിഥികളെ ഞാൻ സൽക്കരിച്ചോളാവുന്നു. ഇങ്ങോട്ട് താ, ഞാൻ കൊടുത്തോളാം. കൊടുക്കാം. നിക്ക് നിക്ക്. പൂജ, പൂജ, അയ്യോ ഈശ്വരാമി ചേച്ചി, പൂജ. എന്താ ഇത്? പൂജ, ഇനി എന്ത് ചെയ്യും? പൂജ, പൂജ. എന്ത് ചെയ്യും? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. മോളെ, പൂജ മോളെ, വാതില് തുറക്ക്. കൂട്ടുകാരിക്ക് ജ്യൂസ് കൊടുക്കണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? താൻ ധൈര്യമായിട്ട് പോയി തുറക്ക്. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇങ്ങനെ ഗോവിന്ദ ചേച്ചി നല്ല ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടേ.